കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ പിന്നെ 9-ാം സർഗം അയോധ്യാകാണ്ഡ് 9-ാം സർഗം ശ്ലോകം 49 ചെയ്തു. അതിലെന്താ പറഞ്ഞു വെച്ചാൽ എന്താണ് ഭരതൻ പറഞ്ഞു, രാജാവേ ഞാനൊരു കാര്യം ചെയ്യാം, അങ്ങയുടെ പ്രതിനിധിയായിട്ട് അങ്ങയുടെ പാദുകങ്ങളെ, അങ്ങയുടെ കാലിലിടുന്ന ഈ അങ്ങയുടെ പാദരക്ഷകളെ ഞാൻ അങ്ങയുടെ പ്രതിനിധിയായിട്ട് കണ്ട് ആ പാദുകങ്ങളെ അങ്ങ് എനിക്ക് തരൂ. എന്നാൽ ഞാൻ അങ്ങയുടെ പ്രതിനിധിയായിട്ട് കണ്ട ആ പാദുകങ്ങളെ വെച്ച് അങ്ങാണ് ഭരിക്കുന്നത് സങ്കല്പിച്ച് അങ്ങ് മടങ്ങി വരണവരെ ഞാൻ ആ പാദുകങ്ങളെ സേവിച്ചുകൊണ്ട് ഭരിച്ചോളാം എന്ന് പറഞ്ഞു അല്ലേ. ഇനി 50. ഇത്യുക്ത്വാ പാദുകേ ദിവ്യേ യോജയാമാസ പാദയോഃ രാമസ്യ തേ ദദൗ രാമോ ഭരതായാതിഭക്തിത. ഇതി ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട് ദിവ്യ പാദുകെ, ആ ദിവ്യമായ പാദരക്ഷകളെ രാമസ്യ പാദയോഃ യോജയാമാസ, രാമൻ്റെ പാദങ്ങളിൽ യോജിപ്പിച്ചു. രാമൻ അതിഭക്തിത, അതിസ്നേഹത്തോടു കൂടി ഭരതായ തേ ദദൗ, അത് ഭരതനായിട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ അതിനൊന്നും എതിർത്ത് പറഞ്ഞില്ല ആര്, ശ്രീരാമനെ. ഇങ്ങനെ ഭരതൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭരതൻ ആ വേഗം ശ്രീരാമൻ്റെ ആ പാദരക്ഷകളെ ശ്രീരാമൻ്റെ പാദങ്ങളിൽ ശ്രീരാമൻ്റെ ആ പാദരക്ഷകളെയൊക്കെ ശ്രീരാമൻ്റെ പാദത്തിൽ തൊടിയിച്ചു. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ആ തൻ്റെ മെതിയടികളെ ഭരതന് കൊടുത്തു തൻ്റെ മെതിയടി ഭരതന്. ഇത്യുക്ത്വാ പാദുകേ ദിവ്യേ യോജയാമാസ പാദയോഃ രാമസ്യ തേ ദദൗ രാമോ ഭരതായാതിഭക്തിത. ഗൃഹീത്വാ പാദുകേ ദിവ്യേ ഭരതോ രത്നഭൂഷിതേ രാമം പുനഃ പരിക്രമ്യ പ്രാണനാമ പുനഃ. രത്നഭൂഷിതേ ദിവ്യ പാദുകെ, രത്നം കൊണ്ട് അലങ്കരിച്ച ആ ദിവ്യമായ മെതിയടികളെ ഗൃഹീത്വ എടുത്തിട്ട്, അല്ലെങ്കിൽ ഗ്രഹിച്ചിട്ട് പുനഃ രാമം പരിക്രമ്യ, രാമനെ പിന്നെയും പ്രദക്ഷിണം വെച്ചത് പ്രണനാമ, പിന്നെയും പ്രണമിച്ചു. വേഗം ആ അതിദിവ്യമായിട്ടുള്ള രത്നങ്ങളൊക്കെ പതിച്ചിട്ടുള്ള ഭഗവാന്റെ മെതിയടി വേഗം കയ്യിലെടുത്തിട്ട് ശ്രീരാമനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു പിന്നെയും. ഇനി ഗൃഹീത്വാ പാദുകേ ദിവ്യേ ഭരതോ രത്നഭൂഷിതേ രാമം പുനഃ പരിക്രമ്യ പ്രാണനാമ പുനഃ. ഇനി 52-53. ഭരത പുനരാഹേദം ഭക്ത്യാ ഗദ്ഗദയാ ഗിര നവപഞ്ചസമാന്തേതു പ്രഥമേ ദിവസേ യദി നാഗമിഷ്യസി ചേദ്രാമ പ്രവിശാമി മഹാനലം. ബാഢമിത്യേവ തം രാമോ ഭരതം സംന്യവർത്തയത് പുനഃ ഭക്ത്യാ ഗദ്ഗദയാ ഗിര. പിന്നെയും ഭക്തി കൊണ്ട് അടഞ്ഞ തൊണ്ട ഗദ്ഗദത്തോടു കൂടി ഭരതം ഇതം ആഹ, ഭരതൻ ഇപ്രകാരം പറഞ്ഞു. പഞ്ചസമാന്തേ, 14 വർഷത്തിൻ്റെ അവസാനം. 14 വർഷമാണല്ലോ. നവപഞ്ചം 9ഉം 5ഉം, നവപഞ്ചം അല്ലേ, നവം 9 അല്ലേ, 5 അല്ലേ. അപ്പം നവപഞ്ചസമാന്തേ എന്ന് പറഞ്ഞു വെച്ചാൽ 14 മാസത്തിൻ്റെ അവസാനത്തിലെ പ്രഥമേ ദിവസേ, 14 വർഷം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ. യതി ന ആഗമിഷ്യസി, അങ്ങ് വന്നില്ലെങ്കിൽ, 14 വർഷം കഴിഞ്ഞ് 15ാമത്തെ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസമാകുമ്പോഴേക്കും അങ്ങ് മടങ്ങി വന്നില്ലെങ്കിൽ, രാമ മഹാനലം പ്രവിശാമി, ഹേ രാമ ഞാൻ അഗ്നിയിൽ പ്രവേശിച്ച് എൻ്റെ ജീവൻ ത്യജിക്കുന്ന. ബാഠം ഇതി ഏവ, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് രാമൻ തം ഭരതം സംന്യവർത്തയത്, ഭരതനെ മടക്കി അയച്ചു, തിരിച്ചയച്ചു. എന്താ പറഞ്ഞ, ഭക്തിയോണ്ട് എടറിയ തൊണ്ടയോടും വാക്കുകളോടുകൂടി ഭരതൻ ശ്രീരാമനോട് പറഞ്ഞു, ഹേ ശ്രീരാമചന്ദ്രസ്വാമി,
14 വർഷം തികഞ്ഞിട്ട് അത് കഴിഞ്ഞ് 15ാമത്തെ വർഷം തുടങ്ങണ ആദ്യത്തെ ദിവസം അങ്ങ് രാജ്യത്തേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ ഞാൻ അഗ്നിയെ ജ്വലിപ്പിച്ചിട്ട് ഞാൻ അതിൽ പ്രവേശിച്ച് ഞാൻ ദേഹത്യാഗം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ആവട്ടെ, അതായിക്കോട്ടെ, ശരി പറഞ്ഞു ശ്രീരാമൻ. എന്നിട്ട് അന്ന് തന്നെ ഞാൻ എത്തിക്കൊള്ളാം എന്ന് പ്രോമിസ് ചെയ്തിട്ട് ശ്രീരാമൻ ഭരതനെയും ബാക്കി എല്ലാവരെയും മടക്കി അയച്ചു. അയോധ്യയിലേക്ക് തന്നെ അവരെ തിരിച്ചയച്ചു എന്ന്. ഭരത പുനരാഹേദം ഭക്ത്യാഗദ്ഗതയാ ഗിര നവപഞ്ച സമാന്തേതു പ്രഥമേ ദിവസേ യദി നാഗമിഷ്യസി ചേദ്രാമ പ്രവിശാമി മഹാനലം ബാഠമിത്യേവ തം രാമോ ഭരതം സന്യവർത്തയത്. അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ. ഇതിൽ ഞാൻ ആ ഭാഗം ഒന്ന് എഴുത്തച്ഛനിൽ വായിക്കാം. പാതുകം ദേഹി രാജേന്ദ്ര രാജ്യായ തേ പാദബുദ്ധ്യാ മമ സേവിച്ചു പാതുകം ദേഹി രാജേന്ദ്ര രാജ്യായ തേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവൻ യാവത്തവാഗമനം ദേവദേവമേ ദേവാനാരദം ഭജിച്ചിടുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനൻ തമ്പിയും അല്ലേ. അപ്പോൾ അത് വേഗം മേടിച്ചു. ഉത്തമരത്നവിഭൂഷിത പാതുകാമുത്തമാംഗേ ചേർത്തു രാമ നരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്ഥായ വന്ദിച്ചു ചൊന്നൻ സഗദ്ഗതം. ഇതിൽ പറഞ്ഞ അതേപോലെ പറഞ്ഞിരിക്കണം അല്ലേ. മന്വദ്പൂർണേ പ്രഥമ ദിനെ, ആദ്യത്തെ ദിവസം ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസമുഷസി ജ്വലിപ്പിച്ചു. അന്ന് വന്നില്ല ചോട്ടെ, എന്നാൽ ഞാൻ തീ കത്തിച്ചിട്ട് വന്യയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചമ്പോടു ചൊല്ലിനാൻ. അപ്പോൾ ശ്രീരാമൻ എന്താ പറഞ്ഞ, അങ്ങനെ തന്നെ ഒരന്തരമില്ലതീനങ്ങു ഞാൻ എന്നു തന്നെ വരും നിർണയം, ഞാൻ തീർച്ചയായും വരാം അല്ലേ എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവുമാചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ഇനി അത് അപ്പോൾ അവിടെ നിർത്താം നമുക്ക്. ഇനി പിന്നെ നമുക്ക് ആദ്യം കുറച്ച് കഴിഞ്ഞാൽ വായിക്കാം. എന്ത് രസമായിട്ട് ശരിക്കും അതെ ഇതിൽ പറയണം. അതേപോലെ സംസ്കൃതത്തിൽ മലയാളത്തിൽ നമുക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞു തരികയാണ്. ഈ സംസ്കൃതം വളരെ എളുപ്പമാണല്ലോ. ഇനി നമുക്ക് അതെ ഇനി 54. സൈന്യ സവസിഷ്ഠശ്ച ശത്രുഘ്നസഹിതം സുധീ മ്ലാതിഭിർമന്ത്രിഭിः സാർദ്ധം ഗമനായോപചക്രമേ. സ്വസൈന്യൈ സ വസിഷ്ഠ ശത്രുഘ്ന സഹിത, സൈന്യങ്ങളോടും വസിഷ്ഠനോടും ബാക്കി ശത്രുഘ്നോടും എല്ലാം കൂടി സുധീഹി നല്ല ബുദ്ധിമാനായിട്ടുള്ള മന്ത്രിഭി സാർദ്ധം മാതാക്കളോടും, അതായത് പിന്നെ എന്താണ് ബുദ്ധിമാനായിട്ടുള്ള ഭരതൻ എന്നർത്ഥം. പിന്നെ അമ്മോടും മന്ത്രിമാരോടും സേനാനികളോടും വസിഷ്ഠരോടും ശത്രുഘ്നോടും കൂടി ഗമനായ ഉപചക്രമേ, അതായത് പോവാൻ പുറപ്പെട്ടു എല്ലാവരും കൂടിയിട്ട്. അതായത് നല്ല ബുദ്ധിമാനായ ഭരതൻ സൈന്യങ്ങളെ വസിഷ്ഠൻ ശത്രുഘ്നൻ അമ്മമാരെ മന്ത്രിമാരെ ഇവരോട് കൂടി അയോധ്യയിലേക്ക് പോവാൻ റെഡിയായി, അല്ലെങ്കിൽ പോവാൻ തുടങ്ങി, യാത്ര തിരിച്ചു. ഇനി 55ഉം 56ഉം ഒന്നിച്ചാണ് കേട്ടോ. അപ്പം നമുക്ക് 54 വായിക്കാം. സൈന്യ സ വസിഷ്ഠശ്ച ശത്രുഘ്നസഹിത സുധീ മാതൃഭിർമന്ത്രിഭിർ സാർദ്ധം ഗമനായോപചക്രമേ. ഒരു യാത്ര തിരിച്ചു. കൈകേയീ രാമമേകാന്തേ സ്രവന്നേത്രജലാകുല പ്രാഞ്ജലി പ്രാഹ ഹേ രാമ തവ രാജ്യവിഘാതനം കൃതം മയാ ദുഷ്ടധിയാ
മായാമോഹിതചേതസ ക്ഷമസ്വ മമ ദൗരാത്മ്യം ക്ഷമാ സാരാ ഹി സാധവ. എന്താ കൈകേയിയുടെ മനസ്സൊക്കെ മാറി അപ്പോഴേക്കും കൈകേയി സ്രവന്നേത്ര ജല ഒഴുകുന്ന കണ്ണീരോടുകൂടി കണ്ണിന്ന് വെള്ളം അങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അഞ്ജലി ബന്ധം ചെയ്തവളായിട്ട് പ്രാഞ്ജലി പറഞ്ഞില്ലേ, അഞ്ജലി കൂപ്പിയിട്ട് ഏകാന്തേ രാമം പ്രാഹ, രാമനോട് ഒറ്റയ്ക്ക് രഹസ്യമായിട്ട് പറഞ്ഞു, ഹേ രാമ, അല്ലയോ രാമ, മായാമോഹിത ചേതസ, എൻ്റെ മായയാൽ മോഹിപ്പിക്കട്ടെ മനസ്സോടു കൂടിയവളും, മായ കൊണ്ടാണല്ലോ അതൊക്കെ, ദൃഷ്ടധിയ ദുഷിച്ച ബുദ്ധിയോടുകൂടിയവളുമായ മയ എന്നാൽ കൃതം തവ രാജ്യവിഘാതനം, അതായത് ഞാൻ അങ്ങയുടെ രാജ്യാഭിഷേകത്തിന് വിഘ്നമായിട്ട് ഞാൻ നിന്നില്ലേ, എൻ്റെ ആ മമ ദൗരാത്മ്യം, ആ ദുഷ്ടതയെ ക്ഷമസ്വ, നീ ക്ഷമിക്കൂ. സാധവ, അതായത് നല്ല സജ്ജനങ്ങൾ ക്ഷമാസാരാഹി, ക്ഷമയാകുന്ന പ്രധാന ഗുണം ഉള്ളവരല്ലേന്ന്. എന്താണ് കൈകേയിക്ക് ഭയങ്കര വിഷമായി ഭരതൻ്റെ ഈ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ കണ്ടിട്ട്, വസിഷ്ഠൻ്റെയും എല്ലാവരുടെയും ഇത് കണ്ടിട്ട് ഭയങ്കര കുറ്റബോധമായിട്ട് എന്താ കൈകേയി കണ്ണിങ്ങനെ നിറഞ്ഞ് വല്ലാത്ത മനസ്സിന് വിഷമായും കൊണ്ട് എന്താ പറഞ്ഞ് ഏകാന്തത്തിൽ രാമനോട് പറഞ്ഞു. എന്താ പറഞ്ഞ, ഹേ രാമ, മായാമോഹിതയായി ഞാൻ, എൻ്റെ മനസ്സിനെ മായ മോഹിപ്പിച്ചു കളഞ്ഞു. അത് കാരണം എൻ്റെ ബുദ്ധിയും ദുഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ രാജ്യാഭിഷേകത്തിനെ മുടക്കി. അതെല്ലാം എൻ്റെ ദുഷിച്ച മനസ്സിൻ്റെ ഫലം ഒന്ന് തന്നെ. എൻ്റെ ദുഷിച്ച ഫലം എൻ്റെ മായാമോഹിതമായ ദുഷിച്ച മനസ്സ് കാരണമാണ് അതൊക്കെ ഉണ്ടായത്. അതിൻ്റെ ഫലമാണത് ഞാനിങ്ങനെ രാജ്യാഭിഷേക വിഘ്നമൊക്കെ ഉണ്ടാക്കിയത്. ഞാനത് തീർത്തും ആ കുറ്റം സമ്മതിക്കണു. നീ അതിനെ ക്ഷമിക്കണം. സജ്ജനങ്ങളെ മറ്റെല്ലാ സൽഗുണങ്ങളെക്കാൾ അധികം ആദരിക്കുന്ന ക്ഷമയല്ലേ. ക്ഷമയോടുകൂടി ഞാൻ ചെയ്ത ആ വലിയ അപരാധം ക്ഷമിക്കൂ എന്ന് കൈകേയി പറഞ്ഞു. ഒറ്റയ്ക്ക് രാമനെ വിളിച്ചിട്ട്, ഏകാന്തത്തിൽ വിളിച്ചിട്ട്. പാവം അത്ര വിഷമായി ഇപ്പോഴേ. കൈകേയി രാമമേകാന്തേ സ്രവന്നേത്ര ജലാകുല പ്രാഞ്ജലി പ്രാഹേ രാമ തവ രാജ്യവിഘാതനം. രാജ്യാഭിഷേക വിഘ്നം ഞാൻ ചെയ്തതില്ലേ, കൃതം മയാ ദുഷ്ടധിയാ മായാമോഹിത ചേതസാ ക്ഷമസ്വ മമ ദൗരാത്മ്യം ക്ഷമാസാരാഹി സാധവ. ഇനിയോ 57. ത്വം സാക്ഷാത് വിഷ്ണുരവ്യക്തഃ പരമാത്മാ സനാതന മായാമാനുഷരൂപേണ മോഹയസ്യഖിലം ജഗത് ത്വയൈവ പ്രേരിതോ ലോകഃ കുരുതേ സാധ്വസാധുവാ. എന്താ പറയണേ, ത്വം സാക്ഷാൽ വിഷ്ണു, അങ്ങ് ശ്രീരാമൻ, അതായത് അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. അവ്യക്ത, അറിയാൻ കഴിയാത്ത സ്വഭാവത്തോടു കൂടിയവനും, സനാതനൻ എന്ന് പറഞ്ഞാൽ എന്താ, എന്നുമുള്ളവൻ, ജനനവും മരണവും ഇല്ല, എപ്പോഴും സ്ഥിതി ചെയ്യുന്നവൻ. പരമാത്മാ, എല്ലാവരുടെയും അന്തര്യാമിയായിട്ടുള്ള പരമാത്മാണ്. മായാമാനുഷരൂപേണ, മായാമാനുഷരൂപം കൈക്കൊണ്ട് അഖിലം ജഗത്, സമസ്ത ലോകത്തെയും ഇതാ മോഹയസി, മോഹിപ്പിക്കുന്നു. ത്വയാ ഏവ, നിന്നാൽ തന്നെ പ്രേരിതമായ ഈ ലോകം സാധു അസാധുവാ കുരുതേ, നീ നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഒക്കെ നീ തന്നെയാണ് പ്രേരണയായി തീരണമെന്ന്. എന്താണ്, കൈകേയെ മായൊക്കെ വിട്ടു മാറിയിരിക്കുന്നു. എന്താ പറയണത്, അതായത് കൈകേയിക്ക് ആ മായാമോഹിതയായ കൈകേയി ഇന്ന് നല്ല ബോധവതിയായിരുന്നു. മായയിൽ നിന്ന് ഉണർന്നിരിക്കണു കൈകേയി. എന്നിട്ട് എന്താ പറയണേ, ഭഗവാനെ, പിന്നെ രാമ, നീ സാക്ഷാൽ വിഷ്ണുവാണ്, അവ്യക്ത സ്വരൂപനാണ്, എന്നെന്നും നിലനിൽക്കുന്ന പരമാത്മാവ് തന്നെയാണ് നീ. മായോണ്ട് മനുഷ്യരൂപത്തെ അംഗീകരിച്ച് നീ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ നീ മായോണ്ടാണ് ഈ സമസ്ത ലോകത്തിനെ ഭ്രമിപ്പിക്കുകയാണ് ചെയ്യണത്, അല്ലേ? നീ മഹാവിഷ്ണു തന്നെയാണ്. നിൻ്റെ മായയാണ് എന്നെ അടക്കം ഈ ലോകത്തെ എല്ലാവരെയും മോഹിപ്പിക്കണം. അന്തര്യാമിയായിട്ടുള്ള നിൻ്റെ പ്രേരണ കൊണ്ടാണ് ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളും നന്മയോ തിന്മയോ എന്താ ചെയ്യണം അത് മുഴുവൻ നിൻ്റെ അന്തര്യാമിയായിട്ടുള്ള നിൻ്റെ പ്രേരണയാണ്. നിൻ്റെ പ്രേരണയ്ക്ക് അധീനനായിട്ട് ആണ് ഞാനും ഈ അപരാധം ചെയ്തത്. അപ്പം പിന്നെ എന്നോട് ക്ഷമിക്കണമല്ലോ എന്നാണ് പറയണത്. എല്ലാം മനസ്സിലായി ഇപ്പോൾ.
അങ്ങ് സർവാന്തര്യാമിയാണ്. അങ്ങയുടെ പ്രേരണയോട് കൂടിയാണ് സകല ജീവജാലങ്ങളും എന്ത് പ്രവൃത്തിയും ചെയ്യണം. നന്മ ചെയ്യുകയാണെങ്കിലും തിന്മ ചെയ്യുകയാണെങ്കിലും അന്തര്യാമിയായിട്ടുള്ള അങ്ങയുടെ പ്രേരണ കൊണ്ടാണ്, അല്ലേ? മായാമോഹിതരാക്കിയിട്ട് ചെയ്യിക്കുകയാണ്. അപ്പം നിൻ്റെ പ്രേരണയ്ക്ക് അധീനനായിട്ട് ആ വിധം ഞാൻ പെരുമാറി, ഞാനും ദുഷ്പ്രവൃത്തി ചെയ്തു, അതും നിൻ്റെ പ്രേരണയ്ക്ക് അധീനമായിട്ട് തന്നെയാണ്. അപ്പം എന്നോട് ക്ഷമിക്കണേ എന്ന് പറയാണ് കൈകേയി. സത്യം പറഞ്ഞാൽ അത് ശരിയല്ലേ? എല്ലാവരുടെ ഉള്ളിലും ഭഗവത് ചൈതന്യമുണ്ട്. നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും ആ ഭഗവത് ചൈതന്യം തന്നെ നമ്മളുടെ പ്രകാശിക്കണതേ. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ഓരോരുത്തരെയും അവനവൻ്റെ വാസന അനുസരിച്ച് പ്രവർത്തിപ്പിച്ച് അവനവൻ്റെ കർമ്മഫലം അനുഭവിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യണത്. ശരിക്കും എല്ലാവരും മായാമോഹിതരാണ്. നമുക്ക് ആ മായെന്ന് വിട്ടു നിന്നാൽ പിന്നെ നമുക്ക് ഈ ദേഹാഭിമാനം തീരെ ഇല്ലാതെയാ നമ്മൾ ബ്രഹ്മായില്ലോ, അല്ലേ? അപ്പം അതുവരെ നമ്മൾ നന്മ ചെയ്യണതും തിന്മ ചെയ്യണതും ഒക്കെ ശരിക്കും പറയാച്ചാൽ ഈ അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെ അല്ലേ എന്ന് ചോദിക്കുകയാണ് കൈകേയി. അൾട്ടിമേറ്റ്ലി അങ്ങനെയാണല്ലോ, എല്ലാം ഭഗവത് ഇച്ഛയാണ് നടക്കണം ഇവിടെ, അല്ലേ? ഒരാൾ ചീത്തത്തം ചെയ്യുന്നുണ്ടെങ്കിലും അത് ഭഗവത് ഇച്ഛ തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ. കാരണം അയാൾക്ക് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ട ഒരു വിധിയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ. അതാണ് പറയണത്, നീ സാക്ഷാൽ വിഷ്ണുവാണ്, അവ്യക്ത സ്വരൂപനാണ്, എന്നെന്നും നിലനിൽക്കുന്ന പരമാത്മാവുമായിരിക്കെ മായ കൊണ്ട് മനുഷ്യരൂപത്തെ അംഗീകരിച്ച ഈ സമസ്ത ലോകത്തെയും ഭ്രമിപ്പിക്കുകയാണ് ഇപ്പം ചെയ്യണത്. അന്തര്യാമിയായിട്ടുള്ള നിൻ്റെ പ്രേരണ കൊണ്ടാണ് ലോകത്തിലെ സകല ചരാചരങ്ങളും നന്മയോ തിന്മയോ ഒക്കെ ചെയ്യണത്. അങ്ങനെ നിൻ്റെ പ്രേരണയ്ക്ക് അധീനനായിട്ട് ആ വിധം ചെയ്ത എനിക്കും അപ്പം എന്നോടും ക്ഷമിക്കണം എന്ന് പറയണം കേട്ടോ. അതാണ് 87. ത്വം സാക്ഷാത് വിഷ്ണുരവ്യക്തം പരമാത്മാ സനാതന മായാമാനുഷരൂപേണ മോഹയസ്യഖിലം ജഗത് ത്വയൈവ പ്രേരിതോ ലോക കുരുതേ സാധ്വസാധുവാ. ഇനി 58. ത്വദധീനമിദം വിശ്വം അസ്വതന്ത്രം കരോതി കിം യഥാ കൃത്രിമ നർത്തക്യോ നൃത്യന്തി കുഹകേച്ഛയ. വലിയ തത്വമൊക്കെ പറയണം കേട്ടോ കൈകേയി. ത്വദധീനം, നിനക്ക് അധീനവും, അസ്വതന്ത്രം, നിനക്ക് അധീനമാണ്, ഞങ്ങളാരും സ്വതന്ത്രരും അല്ല, അസ്വതന്ത്രരും അല്ലാത്ത ഈ വിശ്വം, ഈ ലോകം, കിം കരോതി, എന്തൊന്ന് ചെയ്യുന്നു, കൃത്രിമ നർത്തക്യ, അതായത് പാവകൾ, കൃത്രിമ നർത്തക്യ പാവകൾ, കുഹകേച്ഛയ, അത് ആ പാവക്കളിക്കാരൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യഥാ നൃത്യന്തി, നൃത്തം ചെയ്യുന്നു എന്ന്. അതായത് എന്താ പറയണറിയോ, പിന്നെ ഒരു നിൻ്റെ സങ്കല്പത്തിന് കീഴിലാണ് ഞങ്ങളൊക്കെ. യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്തതുമായി ഈ ലോകം എന്താ ചെയ്യുക? ഒന്നും ചെയ്യില്ല. ഇപ്പോൾ മരം കൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ ഉണ്ടാക്കിയ ഒരു പാവ എങ്ങനെയാ ആ പാവക്കളിക്കാരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് കളിക്കുക? അതുപോലെ തന്നെയാണെന്ന് പറയാണ്. അത് ഞാൻ അടുത്ത ശ്ലോകം കൂടി കഴിഞ്ഞാലേ അത് പറയുള്ളൂ. ഒരു ബൊമ്മകൾ പാവക്കളിക്കാരൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എപ്രകാരം നൃത്തം ചെയ്യുന്നുവോ. ഇനി നമുക്ക് 58, 59 കൂടി ചെയ്യാം. ത്വദധീനമിദം വിശ്വം അസ്വതന്ത്രം കരോതി കിം യഥാ കൃത്രിമ നർത്തക്യോ നൃത്യന്തി കുഹകേച്ഛയാ ത്വദധീന തഥാ മായ നർത്തകീ ബഹുരൂപിണി ത്വയൈവ പ്രേരിതാഹം ച ദേവകാര്യം കരിഷ്യത. എന്താ പറഞ്ഞത്? മരം കൊണ്ടോ തുണി കൊണ്ടോ ഉണ്ടാക്കിയപ്പെട്ട പാവകൾ ആ പാവക്കളിക്കാരൻ്റെ ഇച്ഛയ്ക്കനുസരം എങ്ങനെയാണ് കളിക്കുക, അതുപോലെ തന്നെയാണ് അങ്ങയ്ക്ക് അധീനമായിട്ടുള്ള മായ പലവിധ രൂപത്തെ അംഗീകരിച്ചവളായിട്ട് ഓരോ ആൾക്കാരെ ഓരോ വിധം ബൊമ്മ കളിപ്പിക്കണ പോലെ ഞങ്ങളെയൊക്കെ കളിപ്പിക്കണു. കാരണം ഞങ്ങൾ അസ്വതന്ത്രരാണ്, അങ്ങയ്ക്ക് അധീനരാണ്. ദേവന്മാരുടെ കാര്യത്തിനെ ശരിയാക്കാൻ, ദേവകാര്യത്തിനെ സാധിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ പ്രേരണ അനുസരിച്ചാണ് ഞാനും ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതെന്ന് പറയുകയാണ്, അല്ലേ? ശരിക്കും ഈ ബൊമ്മ നമ്മളൊക്കെ വെറും ഭഗവാന്റെ കയ്യിലത്തെ
പാവകൾ തന്നെയാണ്. പാവക്കളിക്കാരനെ എങ്ങനെ കളിപ്പിക്കണോ അങ്ങനെ കളിക്കാനല്ലേ പാവയ്ക്കറിയുള്ളൂ. അതേപോലെ അസ്വതന്ത്രരാണ്, പാവയെ പോലെ അസ്വതന്ത്രരാണ് നമ്മളും. ഭഗവാന്റെ അധീനരാണ്. ആ മായ കൊണ്ട് എന്തൊക്കെ ഭഗവാൻ നമ്മളെ ഇട്ട് കളിപ്പിക്കണോ ആ കളിയൊക്കെ നമ്മൾ കളിക്കണു. നമ്മൾ തികച്ചും അസ്വതന്ത്രരാണ്. അങ്ങനെയാണ് എന്നെക്കൊണ്ട് ഈ അങ്ങയുടെ രാജാഭിഷേകം വിഘ്നം ഉണ്ടാക്കിയതും അങ്ങനെയാണ്. കാരണം അങ്ങേക്ക് കാട്ടിൽ വരണം, രാവണൻ സീതയെ കട്ടുകൊണ്ടുപോകണം, രാവണനെയും കൂട്ടുകാരെയും കൊല്ലണം, അതൊക്കെ അങ്ങയുടെ ഇച്ഛാനുസരണമാണ്. അപ്പം എന്നെ ഒരു കരുവാക്കി, എന്നെ ഒരു ബൊമ്മയാക്കി, ഒരു പാവയാക്കി കളിപ്പിച്ചതല്ലേ അങ്ങ് എന്നാണ് ഇതിൽ ശരിക്കും പറയാട്ടാൽ കൈകേയി പറയണത്. ശരിക്കും പിന്നെ എന്താണ്, അതാണ് കൈകേയി ഇതിൽ പറയണത്. ഇനി നമുക്ക് നോക്കട്ടെ, ഇപ്പം എത്ര ഈ സമയം നോക്കട്ടെ, 20 മിനിറ്റ്. അതെ, അപ്പോൾ അതായത് ദേവകാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ആഗ്രഹിച്ചു. അത് കാരണം അങ്ങയുടെ തന്നെ പ്രേരണ അനുസരിച്ചാണ് ഞാനും ഇങ്ങനെ ഇപ്പം അങ്ങയുടെ രാജ്യാഭിഷേക വിഘ്നമൊക്കെ ചെയ്തതാണ് പറയാണ് കേട്ടോ. 59 വായിക്കാം. ത്വദധീന തഥാമായ നർത്തകീ ബഹുരൂപിണി ത്വയൈവ പ്രേരിതാഹം ച ദേവകാര്യം കരിഷ്യത. പിന്നെയോ ഒരെണ്ണം കൂടി വേണമെങ്കിൽ ചെയ്യാം. പാപിഷ്ടം പാപമനസ കർമാചരമരിന്ദമ അദ്യ പ്രതീതോസി മമ ദേവാനാമപ്യഗോചര. പാപമനസ, പാപമായ മനസ്സുകൊണ്ട് പാപിഷ്ടം കർമ്മ ആചരം, വളരെ അത്യന്തം പാപകരമായ കർമ്മം ഞാൻ ആചരിച്ചു. ദേവാനാം അഭി അഗോചരാത്വം, ദേവന്മാർക്കും കൂടി അറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത, അദ്യ മമ പ്രതീത അസി, ഇപ്പോൾ എന്നാൽ അറിയപ്പെട്ടവനാകുന്നു. എന്താ പറയണ കൈകേറിയോ? അങ്ങയുടെ പ്രേരണ നിമിത്തം എൻ്റെ മനസ്സിൽ പാപവിചാരം ഉണ്ടായതുകൊണ്ട് ഞാൻ വളരെ നികൃഷ്ടമായിട്ടുള്ള ആ കർമ്മം ഞാൻ ചെയ്തു. പക്ഷെ അതും അങ്ങയുടെ പ്രേരണ കൊണ്ടാണ്. ഞാൻ അങ്ങയെ എന്തുമാത്രം സ്നേഹിക്കുന്ന ആളായിരുന്നു അല്ലേ? അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ആ ദുഷ്വിചാരങ്ങളൊക്കെ ദുശ്ചിന്തകളൊക്കെ കടന്ന് വന്ന് ആ മന്ധരയുടെ വാക്കൊക്കെ വിശ്വസിച്ച് എൻ്റെ മനസ്സ് കലുഷായി അത്യന്തം നികൃഷ്ടമായിട്ടുള്ള ആ കർമ്മം ഞാൻ ചെയ്തു. അങ്ങയുടെ പ്രേരണ തന്നെയാണത്. അറിയാൻ കഴിയാത്തതായ നിൻ്റെ ഈ, അതായത് ദേവന്മാർക്ക് കൂടി അറിയാൻ വിഷമായിട്ടുള്ള അങ്ങയുടെ ആ യഥാർത്ഥ സ്വരൂപം ഇപ്പോൾ ഞാൻ അറിഞ്ഞു പറയണ. കൈകേയിക്ക് ഭാഗ്യം കേട്ടോ അല്ലേ? കൈകേയിക്ക് നല്ല ബോധ്യം വന്നു. ഇപ്പോൾ ഭഗവാൻ തന്നെയാണ് ശ്രീരാമെന്ന് ഇപ്പോഴേ ബോധ്യം വന്നുള്ളൂ. അപ്പം പറയാണ്, അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് എൻ്റെ മനസ്സ് കലുഷായിട്ട് എനിക്ക് ഈ മന്ധരയുടെ വാക്കൊക്കെ കേൾക്കാൻ തോന്നി. അങ്ങേ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഞാൻ അങ്ങോട് എനിക്ക് വിദ്വേഷമായി. എന്നിട്ട് ഞാൻ അങ്ങയുടെ രാജ്യാഭിഷേകം വിഘ്നം വരുത്താനായിട്ട് ഞാൻ നികൃഷ്ടമായിട്ടുള്ള ആ കർമ്മം ഞാൻ ചെയ്തു. അച്ഛനോട് ഇതൊക്കെ പറഞ്ഞ് വരം ചോദിച്ചു. ഇതൊക്കെ ഞാൻ അങ്ങയുടെ പ്രേരണ കൊണ്ട് ചെയ്തതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ദേവന്മാർക്ക് പോലും അറിയാൻ കഴിയാത്തതായ അങ്ങയുടെ ആ സർവാന്തര്യാമി സ്വരൂപം ഞാനിപ്പോൾ അറിഞ്ഞു ഭഗവാനെ എന്ന് പറയാണ്. ആര്? കൈകേയിക്ക് നല്ല ബോധോദയം ഉണ്ടായി. അപ്പം നമുക്ക് ഈ 60 വായിച്ച് നമുക്കിവിടെ ഇന്ന് നിർത്താം. പാപിഷ്ടം പാപമനസാ കർമാചരമരിന്ദമ അദ്യ പ്രതീതോസി മമ ദേവാനാമപ്യഗോചര. ദേവന്മാർക്ക് പോലും അഗോചരനായ നിൻ്റെ ആ സർവാന്തര്യാമി സ്വരൂപം ഇപ്പോൾ ഞാൻ അറിഞ്ഞു എന്ന് തന്നെയാണ് ഇതിലിപ്പോൾ കൈകേയി പറയണത്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.